നിങ്ങളൊരു ഇ.വി. കാർ ഓണറാണോ? എങ്കിൽ കെ.എസ്.ഇ.ബിയുടെ ചെറിയൊരു പണി വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് 25% വരെ കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു മാസത്തെ കൺസപ്ഷൻ 250 യൂണിറ്റ് താഴെയാണെങ്കിലും, അല്ലെങ്കിൽ 2 മാസത്തെ ബില്ലിൽ 500 യൂണിറ്റ് താഴെയാണ് നിങ്ങളുടെ കൺസപ്ഷൻ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല. അതിന് മുകളിലാണ് നിങ്ങളുടെ കൺസപ്ഷൻ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. കെ.എസ്.ഇ.ബി TOD ബില്ലിംഗ് സമ്പ്രദായം നടപ്പിലാക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് TOD ബില്ലിംഗ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ആഡ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച സമയം എനിക്ക് പരിചയമുള്ള 5-10 EV ഓണേഴ്സിന് ഞാൻ കോൺടാക്ട് ചെയ്തു. അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് EV കാർ ചാർജ് ചെയ്യുന്നത്, ഏത് സമയത്താണ് ചാർജ് ചെയ്യുന്നതൊക്കെ അറിയിച്ചു. TODയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. നിർഭാഗ്യവശാൽ അതിൽ 80% ആൾക്കാർക്ക് എന്താണ് TODയിൽ വരുന്ന മാറ്റം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും വണ്ടിയൊക്കെ ചാർജ് ചെയ്യുന്നത് ഈ പീക്ക് ഹൗസിലാണ്. 7 മണിക്കും 10 മണിക്കിടയിൽ, 6 മണിക്കും 10 മണിക്കിടയ്ക്കൊക്കെയാണ് അവരിപ്പോഴും അവരുടെ ഇലക്ട്രിക് ബൈക്കുകൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. എന്താണ് TOD ബില്ലിംഗ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ദിവസത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നോർമൽ ഹവേഴ്സ് ആയും, വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ, രാത്രി 10 മണി വരെ പീക്ക് ഹവേഴ്സ് ആയും, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഓഫ് പീക്ക് ഹവേഴ്സ് ആയും തിരിച്ചിരിക്കുന്നു. ഈ 3 സമയത്ത് ഉപയോഗിച്ച വൈദ്യുതിക്കും സെപ്പറേറ്റ് യൂണിറ്റ് ചാർജാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരിക. ഇങ്ങനെ സമയ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ EV കാർ ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വൈകുന്നേരം 6 മണിക്കും രാത്രി 10 മണി വരെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റ് ചാർജിന്റെ 125% നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് 25% നിങ്ങൾ അധികം നിങ്ങൾ കെ.എസ്.ഇ.ബിയിലോട്ട് പേ ചെയ്യേണ്ടി വരും. ആദ്യം എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു EV കാർ പെർ ഡേ 20 യൂണിറ്റ് വെച്ച് പീക്ക് ഹവേഴ്സിൽ ചാർജ് ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റ ചാർജിൽ തന്നെ 45 രൂപയുടെ വ്യത്യാസം നമുക്കിവിടെ കാണാം. ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നിങ്ങളുടെ 2 മാസത്തെ കറണ്ട് ബില്ലിൽ 1500 മുതൽ 2500 രൂപ വരെയുള്ള മാറ്റം പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ എത്ര തവണ ചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരാം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റിൽ 25% എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടുന്നതൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് കുറക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ നമ്മൾ പകൽ സമയത്ത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണിയുടെ ഇടയിലാണ് ഇതുപോലെ 20 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ EV കാർ ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈദ്യുതിയിൽ 18 രൂപയുടെ കുറവാണ് ഒരു ദിവസത്തെ ചാർജിങ്ങിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്. കാരണം TOD ബില്ലിങ്ങിൽ 10% കുറവ് ഡേ ടൈം വൈദ്യുതിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സമയമൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ കറണ്ട് ബില്ല് കുറയാനും ചാൻസ് ഉണ്ട്. ഇനി രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് നോർമൽ വൈദ്യുതി ചാർജ് തന്നെയാണ് പേ ചെയ്യേണ്ടി വരിക. EV കാറിന് ഒന്നിച്ച് സോളാർ സിസ്റ്റം കൂടി സ്ഥാപിച്ച കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് TOD ബാധിക്കാൻ നോക്കാം. അതായത് നിങ്ങൾ പകൽ സോളാറിന് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയുടെ 80% മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് വൈകുന്നേരം തിരിച്ചു ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് സോളാർ പ്രൊഡക്ഷൻ നടക്കാത്ത സമയത്ത് മുമ്പൊക്കെ എത്രയാണോ യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് തിരിച്ചു ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി മുതൽ അങ്ങോട്ട് TOD വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് 80% മാത്രമേ തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 20% പവർ എനർജി ബാങ്കിലോട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് TODയിൽ ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉപയോഗം പീക്ക് സമയത്ത്, സോളാർ ഉൽപ്പാദനം നടക്കാത്ത സമയത്ത് നിങ്ങളുടെ ഉപയോഗം കുറച്ച് കുറക്കുവാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ബാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പീക്ക് ഹവേഴ്സിൽ ആവുന്നതും, അതായത് വൈകുന്നേരം 6 മുതൽ 10 മണിയുടെ ഇടയിൽ ആവുന്നതും EV കാറുകൾ ചാർജ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ പല ഡിവൈസുകളും ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ 6 മണിക്ക് നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കി ഇട്ടാലും 10 മണി മുതൽ നമുക്ക് ചാർജർ ഓൺ ആയാൽ മതിയെങ്കിൽ ആ രീതിയിൽ ഓട്ടോമേഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. EV കാറുകൾ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ആ രീതിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് EV കാറുകൾ വരുന്നതും പീക്ക് ഹവേഴ്സിൽ ചാർജ് ചെയ്യുന്നതൊക്കെ ഗ്രിഡുകൾക്ക് ഓവർ ലോഡിംഗ് ഒക്കെ ആവുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള നിയമങ്ങളൊക്കെ വരുന്നത്. കൂടുതലായിട്ട് ആണവ നിലയങ്ങളൊക്കെ വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.